ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ടെടുക്കുന്ന ബൈബിൾ ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങളാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് വചനം പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ഹൃദയം വേദനിച്ചത്? സ്വർഗത്തിലിരുന്ന് ദൈവം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതിൽ കർത്താവ് വേദനിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന് വസിക്കുവാനായിട്ട് ഒരു ഹൃദയം നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുവാനായിട്ടാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചലിക്കുന്ന ഒരു സക്രാരിയാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുവാനായിട്ടാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ ഹൃദയം എപ്പോഴും ദുഷിച്ചതാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യാത്രയിൽ, എൻ്റെ ജീവിത രീതിയിൽ, എൻ്റെ സംസാരത്തിൽ, മറ്റുള്ളവരെ കാണുമ്പോൾ എൻ്റെ ഭാവനയും ചിന്തയുമൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാതെ പാപകരമായ അവസ്ഥയിൽ, ലോകത്തിൻ്റെതായ ചിന്തയിലൊക്കെയാണ് എൻ്റെ ഭാവനയും ചിന്തയും എങ്കിൽ ദൈവത്തിന് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കും? ആ ദൈവത്തിന് എന്നെ ഓർത്ത് എങ്ങനെ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു നോമ്പുകാലം നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ചിന്ത, എൻ്റെ ഭാവന, എൻ്റെ ജീവിത രീതി, എൻ്റെ സംസാരം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുള്ള ഇടപെടൽ, എൻ്റെ മക്കളോടുള്ള ഇടപെടൽ, എൻ്റെ മാതാപിതാക്കളോടുള്ള ഇടപെടൽ, എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിലൊക്കെ വിള്ളലുകൾ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിച്ചു ചെല്ലണം. എൻ്റെ ചിന്ത, എൻ്റെ ഭാവന, ഇതൊക്കെ ദൈവത്തോട് ചേർന്നാണോ? ഇതൊക്കെ ദൈവവചനമനുസരിച്ചാണോ ഞാനങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എൻ്റെ കുറവുകൾ. ആ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ നോമ്പുകാലത്ത് അത് തിരുത്തിക്കൊണ്ട് ദൈവത്തിന് വസിക്കുവാൻ തക്ക വിധം എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കുമ്പോൾ ആ ദൈവം, ത്രിയേക ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവിക സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും രൂപാന്തരപ്പെടും. അത് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാവർക്കും തന്നെ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ദൈവിക സാന്നിധ്യമായിട്ട് അത് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കിക്കൊണ്ട് ത്രിയേക ദൈവത്തിന് വസിക്കുവാൻ തക്ക വിധം ഒരു ഹൃദയം ഈ നോമ്പുകാലത്ത് നമുക്ക് ഒരുക്കാം. അതിനുള്ള കൃപ പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് നൽകട്ടെ. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.